ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് ഒരുപോലെ ആശ്വാസവും നിരാശയും. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. എന്നാൽ അന്വേഷണത്തിനെതിരായ കൊല്ലം വിജിലൻസ് കോടതിയുടെ എല്ലാ പരാമർശവും ഹൈക്കോടതി നീക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർക്കപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവർക്ക് 41 ദിവസങ്ങൾക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചത്. കൂടാതെ തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലുമില്ല എന്ന വിജിലൻസ് കോടതിയുടെ പരാമർശം കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും SITക്ക് ഉണ്ടായിരുന്നു. എന്നാൽ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കാനാകില്ലെന്ന് കോടതി. പക്ഷേ SITയുടെ അന്വേഷണത്തിന് എതിരായ എല്ലാ പരാമർശങ്ങളും ഹൈക്കോടതി നീക്കി. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് താൽക്കാലിക ആശ്വാസമായി. ശബരിമലയിലെ അഷ്ടാഭിഷേക ക്രമക്കേടിൽ മഹാനിവേദ്യം, ഗണപതി ഹോമം, അഷ്ടാഭിഷേകം തുടങ്ങി എല്ലാ വഴിപാട് വിശദാംശങ്ങളും ഹൈക്കോടതി തേടി. കഴിഞ്ഞ 10 വർഷത്തെ മുഴുവൻ വഴിപാട് രേഖകളും സുനിൽകുമാർ ഉൾപ്പെടെയുള്ള സ്പോൺസർമാരുടെ വിവരങ്ങളും ഹാജരാക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.